അനന്തപുരിയെ ആവേശക്കടലാക്കിക്കൊണ്ടാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ കൊട്ടിക്കലാശം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിൽ അവസാനിച്ചിരിക്കുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശം പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. 6 മണിവരെയാണ് ഇലക്ഷൻ കമ്മീഷൻ ശബ്ദ പ്രചരണത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഇനി എല്ലാ വോട്ടുകളും പെട്ടിയിലാക്കാനുള്ള 18 അടവും പയറ്റുകയാണ് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ. ഇനി ആ നിമിഷങ്ങളിലേക്കാണ്. നാളെ നിശബ്ദ പ്രചരണമാണ്. ശേഷം മറ്റന്നാൾ പുലർച്ചയോടുകൂടി 7 മണി മുതൽ വോട്ടിംഗ് ആരംഭിക്കും. എല്ലാവരും ഇനിയുള്ള വോട്ടുകളെല്ലാം തന്നെ നിശബ്ദ പ്രചരണത്തിലൂടെ പെട്ടിയിലാക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും തിരുവനന്തപുരം പരിശോധിക്കുമ്പോൾ കൊട്ടിക്കലാശത്തിലും ആദ്യം മുതൽക്ക് തന്നെ കൊട്ടിക്കലാശ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി ദിവാകരൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ആദ്യം മുതൽക്ക് തന്നെ കോൺഗ്രസിലും ബി.ജെ.പിയിലും ഉണ്ടായ പടലപ്പിണക്കങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തന്നെ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ശേഷം UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് പരാതി വരെ നൽകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം തനിക്ക് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങുവാൻ വേണ്ടി ആരും ഇല്ല എന്ന്. അത് വലിയ രീതിയിലുള്ള സംവാദത്തിന് വഴിയൊരുക്കുകയും ഏറ്റവും താഴേക്ക് കോൺഗ്രസിനെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് ഇന്ന് പേരൂർക്കടയിലും കാണാൻ കഴിഞ്ഞത് അത് തന്നെയാണ്. ഒന്നാം സ്ഥാനത്തേക്ക് ഈ കൊട്ടിക്കലാശ ഒരു സ്ഥാനം നിശ്ചയിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ തന്നെയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി ദിവാകരൻ തന്നെയാണ്. ശേഷം രണ്ടാം സ്ഥാനം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ മത്സരം ഇപ്പോൾ നോക്കിക്കാണുമ്പോൾ NDA-യും അതുപോലെ തന്നെ ഇടതുപക്ഷവും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് NDA കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും പുറകിലേക്ക് കോൺഗ്രസിന് പോകേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായത്. നമുക്കറിയാം, വാർഡ് കമ്മിറ്റികൾ വരെ പിരിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് കോൺഗ്രസിന് ഉണ്ടായത്. കാരണം അത്തരത്തിലുള്ള ഒരു പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായത്. AICC ഇടപെട്ടുകൊണ്ട് നാനാ പട്രോളിയെ വരെ ഇവിടെ ഒരു കമ്മീഷനെ വരെ നിരീക്ഷകർ ഒരു സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരത്ത്. അത്തരത്തിലുള്ള വലിയ വിഷയങ്ങളാണ് ഉണ്ടായത്. തിരുവനന്തപുരം മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതിന് ഒരു മുൻതൂക്കം ഈ സാഹചര്യത്തിൽ അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. ഒപ്പം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഇന്നലെ വരെ വന്ന സർവേ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മുൻതൂക്കം തന്നെയാണ്. കാരണം സി ദിവാകരൻ തന്നെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് അവസാന ഘട്ടത്തിൽ വരുന്ന സർവേ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. റെനു ശ്രീധറാണ് തിരുവനന്തപുരത്തു നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഏതായാലും കലാശക്കൊട്ടിന് ശേഷം പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ലഭിച്ചത്. ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജീവൻ, അക്ഷരാർത്ഥത്തിൽ ആവേശത്തിരയിളക്കി തന്നെയാണോ ആറ്റിങ്ങലിലും കലാശക്കൊട്ട് പൂർണ്ണമായത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. ആറ്റിങ്ങലിൽ രാവിലെ 8 മണിയോടുകൂടിയാണ് സമ്പത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചത്. രാവിലെ കാട്ടാക്കടയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഒടുവിൽ വർക്കലയിൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സമാപിച്ചു. തുടർന്ന് കൊട്ടിക്കലാശത്തിലേക്ക് പ്രവർത്തകർ നീങ്ങുകയായിരുന്നു. ആറ്റിങ്ങൽ നഗരത്തിൽ ഒത്തുകൂടിയ പ്രവർത്തകർ തുടർന്ന് ആവേശത്തിരയിളക്കി അവിടെ കൊട്ടിക്കലാശം ആഘോഷിക്കുകയായിരുന്നു. വിവിധ പാർട്ടികൾ, BJP-യുടെയും അതോടൊപ്പം LDF-ന്റെയും പ്രവർത്തകർ അവിടേക്ക് എത്തി. എന്നാൽ ഇന്ന് റോഡ് ഷോയിൽ മാത്രമാണ് അടൂർ പ്രകാശ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിലായി അടൂർ പ്രകാശ് റോഡ് ഷോ നടത്തി. അതിനിടെ കുട്ടിക്കലാശത്തിന്റെ സമാപന ചടങ്ങിനിടെ വർക്കല മൈതാനത്ത് BJP CPIM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയതായി ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും ആവേശം അതിന്റെ പരിസമാപ്തിയിൽ ആയിരിക്കുന്നു. കുട്ടിക്കലാശം അവസാനിച്ചിരിക്കുന്നു ആറ്റിങ്ങലിൽ. ജീവൻ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് ലഭിച്ചത്. സമാധാനപരമായി തന്നെ കൊട്ടിക്കലാശം ഈ 2 മണ്ഡലങ്ങളിലും നടന്നിരിക്കുന്നു. കഴിഞ്ഞ 1.5 മാസ കാലയളവിലെ മുന്നണികളും പാർട്ടി പ്രവർത്തകരും നടത്തിയ പരസ്യ പ്രചരണം, വോട്ടുറപ്പിക്കൽ എല്ലാം ഇനി നിശബ്ദ പ്രചരണത്തിലേക്ക് മാറുകയാണ്. ഇനി പെട്ടിയിൽ വോട്ട് എത്തിക്കുന്നതിനുള്ള അവസാനവട്ട നീക്കങ്ങൾക്കാണ് മുന്നണി പ്രവർത്തകരും പാർട്ടി നേതൃത്വവും എല്ലാം നേതൃത്വം കൊടുക്കുക. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ്. കേരളത്തിലെ വോട്ടർമാർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. നിർണായകമായ 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നു. കേരളത്തിൽ അതിന്റെ ആവേശം അതേ അർത്ഥത്തിൽ പകർന്നുകൊണ്ട് പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കലാശക്കൊട്ട് പൂർത്തിയായിരിക്കുന്നത്. വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ചില നേരിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ, പത്തനംതിട്ട തിരുവല്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ നേരിയ സംഘർഷമുണ്ടായി. അതോടൊപ്പം വടകരയിലെ ചില മണ്ഡലങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, അനിഷ്ടമായ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിന്റെ അതേ ആവേശം പ്രതിഫലിക്കുന്ന നിലയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ
ഒരു മാസമായി നടന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ അതേ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കലാശക്കൊട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, എങ്ങനെ ആവേശത്തിരയിളക്കി തന്നെ കലാശക്കൊട്ട് പൂർണ്ണമായോ? മറ്റ് ചെറിയ വിഷയങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സമാധാനപരവും ആവേശകരവുമായിരുന്നില്ലേ കലാശക്കൊട്ട്? വിശദാംശങ്ങൾ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം മുതൽ തന്നെ ഇടതുമുന്നണിയുടെ ഒരു ആധിപത്യം പ്രകടമായിരുന്നു. ചിന്നക്കടയിലേക്ക് 100 കണക്കിന് പേരാണ് ഇരുചക്ര വാഹനങ്ങളിലും പ്ലക്കാർഡുകളും അതിമനോഹരമായിട്ടുള്ള, അതായത് തൃശൂർ പൂരത്തെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു മത്സര ഒരു പൂരം എന്ന് പറയുന്ന വിധത്തിലേക്ക് മുന്നണികൾ മുഴുവനും 3 മുന്നണി ഒരു അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യ ഉത്സവമായി മാറുകയായിരുന്നു. എല്ലാവരും അവരവരുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ വീറും വാശിയും നിറഞ്ഞ ഒരു പ്രദർശനം, അതും സമാധാനപരമായി വളരെ മാതൃകാപരമായി പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് 3 മുന്നണികളും യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ, നേരിയ സംഘർഷം പോലും ഇല്ലാതെ വളരെ കൃത്യമായി തന്നെ വളരെ മാതൃകാപരമായി തന്നെ സമാധാനപൂർവ്വം എല്ലാവരും അവിടെ ആ ഉത്സവ ലഹരിയിൽ തന്നെയായിരുന്നു. ആവേശം ഉയരുന്ന തരത്തിലുള്ള വലിയ മുദ്രാവാക്യങ്ങളും ശബ്ദ കോലാഹലങ്ങളുമായി കളം നിറഞ്ഞിരുന്നു. 4 വിവിധ മുന്നണികളുടെ പ്രവർത്തകർ മുഴുവനും ഇവിടെ എത്തിച്ചേർന്നു. ആദ്യം എത്തിയത് BJPയുടെ പ്രവർത്തകരായിരുന്നു. തൊട്ടു പിന്നാലെ ഇടതുമുന്നണിയുടെ പ്രവർത്തകരെത്തി. ഏറ്റവും ഒടുവിലാണ് UDFന്റെ പ്രവർത്തകരെത്തിയത്. കൂടുതലും ചുമന്നിരുന്നു. കൊല്ലത്തിന്റെ ആ ചിന്നക്കട മുഴുവനും നോക്കിയാൽ, ഏത് ഭാഗത്ത് നോക്കിയാലും ചുവപ്പായിരുന്നു നമുക്ക് കൂടുതലും പ്രകടമായത്. അത്രമാത്രം ഇടതുമുന്നണിയുടെ ഒരു ആധിപത്യം ഈ മേഖലയിൽ മുഴുവനും, ആ പ്രദേശത്തെ ഈ ചിന്നക്കടയിലെ മുഴുവനും സ്ഥലങ്ങളിലും അവർ ആധിപത്യം ഉറപ്പിച്ചു. കൊച്ചു കുട്ടികൾ മുതൽ വൃദ്ധർ വരെയുള്ള വലിയ ഒരു നിര തന്നെ ഇവിടെ ചിന്നക്കടയിൽ അണിനിരന്നു. അതേറെ ആവേശത്തിന്റെ അങ്ങ് തിരകടൽ നീണ്ടിപ്പോകുന്ന തരത്തിലേക്ക് വലിയ തോതിലുള്ള ഒരു പ്രകടനം തന്നെയാണ് മുന്നണികൾ മുഴുവനും കൊല്ലം ചിന്നക്കടയിൽ കാഴ്ചവെച്ചത്. രാജ്കുമാർ, അതുപോലെ ചില സംഘർഷ സാധ്യതകൾ അവിടെ ഉണ്ടായി. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടത് മാറി. കരുനാഗപ്പള്ളിയിലാണ് സംഭവിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി നൽകാമോ? കരുനാഗപ്പള്ളിയിൽ കൊട്ടിക്കലാശം അതിന്റെ മൂർധനാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷന്റെ മുന്നിലുള്ള അമ്പലത്തിന്റെ ഭാഗത്ത് നിന്ന് കല്ലേറ് ഉണ്ടായത്. കല്ലേറ് LDF പ്രവർത്തകരുടെ നേരെയാണ് പതിച്ചത്. ഇതോടെ തിരികെ കല്ലേറുണ്ടായി. പിന്നീട് അതൊരു കൂട്ട സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. ഇടതുമുന്നണിയുടെയും UDFന്റെയും BJPയുടെയും പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിലേക്ക് മാറി. ഉടൻ തന്നെ പോലീസ് അവിടെ സമയോചിതമായി ഇടപെട്ടെങ്കിലും കല്ലേറിൽ പോലീസുകാർക്ക് നിരവധി പേർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾ നിരവധി തകർക്കപ്പെട്ടു. അതിനുശേഷം പോലീസ് ലാത്തി വീശുക, നിവൃത്തിയില്ലാതെ പോലീസ് ലാത്തി വീശി ലാത്തിചാർജ് ചെയ്ത് പലരെയും തുരത്തി ഓടിച്ചു. ഇടതുമുന്നണി പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് സമീപത്ത് നിലയുറപ്പിച്ചു. മറ്റുള്ളവർ ചിന്നിച്ചെതറി ഓടുകയായിരുന്നു. ഇതിനിടെ സംഘർഷത്തിന് കാരണമെന്ന് സംശയിക്കുന്ന ഒരു RSS പ്രവർത്തകനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. അയാളെ ചോദ്യം ചെയ്യുകയാണ്. ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ അമ്പലത്തിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ലഭിക്കുമോ എന്ന് പോലീസ് ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ശരി രാജ്കുമാർ, കൊല്ലത്ത് നിന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഗീവർഗീസ് കൂടി ചേരുന്നു ഞങ്ങളുടെ പ്രതിനിധി. ഗീവർഗീസ്, കൊട്ടിക്കലാശത്തിന്റെ ആവേശം അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നതായിരുന്നു. പത്തനംതിട്ടയിലും കൊട്ടിക്കലാശത്തിന്റെ ചിത്രങ്ങൾ, ഒപ്പം തിരുവല്ലയിൽ നേരിയ സംഘർഷങ്ങൾ ഉണ്ടായി. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആനന്ദ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിലും അണപൊട്ടിയ ഒരു ആവേശം എന്ന് തന്നെയായിരുന്നു എന്ന് പറയാം. വീണ ജോർജിന് മേൽക്കൈ നേടിക്കൊണ്ടുള്ള ആവേശം തന്നെയാണ് ഇവിടെയും കാണുവാൻ സാധിച്ചത്. മികച്ച പിന്തുണ തന്നെയാണ് അണികളും ജനങ്ങളും വീണ ജോർജിന് നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിൽ LDF മികച്ച മേൽക്കൈയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടുകൂടി, ഈ കൊട്ടിക്കലാശത്തോടുകൂടി നേടിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നേരത്തെ പ്രഖ്യാപിച്ച 3 ഘട്ട പര്യടനങ്ങൾക്ക് മികച്ച പിന്തുണയായിരുന്നു വീണ ജോർജിന് ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളും വീണ ജോർജ് പര്യടനം നടത്തിയുണ്ടായി. അതേസമയത്ത് വൈകുന്നേരം ഇതിനെല്ലാം ഉച്ചസ്ഥായിയിൽ എത്തിച്ച ആവേശമായിരുന്നു പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലും നടന്നത്. മികച്ച ആവേശത്തോടുകൂടി ഇരുകൈയും നീട്ടിയായിരുന്നു വീണ ജോർജിനെ സ്വീകരിച്ചത്. അണപൊട്ടി ഒഴുകിയ ആവേശം കെട്ടടക്കാൻ വേനൽ ചൂടിനുമായില്ല എന്ന് തന്നെ പറയാം. കടുത്ത ചൂടിനെ അവഗണിച്ചും നിരവധി പേരാണ് വീണ ജോർജിനെ പിന്തുണയുമായി എത്തിയത്. ഇത് തന്നെ ഇടതുമുന്നണിയുടെ വിജയം അരക്കെട്ടുറപ്പിക്കുന്ന ഇത് തന്നെയാണെന്ന് പറയാം. അതേസമയം തിരുവല്ലയിൽ BJP CPM തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടാവുകയും ചെയ്തു. സമാധാനപരമായി കൊട്ടിക്കലാശം നടത്തിക്കൊണ്ടിരുന്ന CPM പ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകർ കല്ലെറിയുകയായിരുന്നു. തുടർന്ന് ഇവർ ചെതറിയോടി. ഇതിനിടയിൽ കുറച്ചധികം പേർക്ക് പരിക്കേറ്റു. ഇതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. സമാധാനപൂർണമായിരുന്നു തുടക്കം. ഇതിനുശേഷമായിരുന്നു
കൊടികൾ പരസ്പരം മുട്ടി എന്ന ചെറിയൊരു കാരണമായിരുന്നു തുടക്കത്തിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയാം. 30ഓളം പേർക്കും ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ഓട്ടോറിക്ഷ തകർത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എന്തായാലും കിട്ടുന്ന വിവരം. ആനന്ദ്, ഗീവർഗീസ്, നമുക്കറിയാം കേരളത്തിൽ ഒരുപക്ഷെ മതവും ജാതിയും വിശ്വാസവും ഒക്കെ ഒരു പരിധിക്കപ്പുറം വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമായ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അത് വളരെയധികം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലും ചട്ടങ്ങൾക്ക് അതിനെ ലംഘിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് അവിടെ. ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും നിലയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണോ? നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു ചിത്രം എന്താണ്? ആനന്ദ്, പത്തനംതിട്ടയിലെ ജനങ്ങൾ എല്ലായ്പ്പോഴും വർഗീയതയ്ക്കെതിരാണ് എന്ന് തന്നെ പറയാം. വികസനത്തിനൊപ്പമാണ്. ഇടതുമുന്നണി സർക്കാർ പ്രളയാനന്തര ശേഷം നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മികച്ച ഉദാഹരണങ്ങളാണ്. ഇത് തന്നെയാണ് ഇടതുപക്ഷത്തെ ഇതുവരെ ചേർത്ത് പിടിക്കാനുള്ള കാരണം തന്നെ. അത് തന്നെ ഈ പാർലമെന്റിലേക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിനെ ചേർത്ത് വെക്കാനുള്ള കാരണം അത് തന്നെയാണ്. മികച്ച പ്രവർത്തനങ്ങളാണ് വീണ ജോർജ് നടത്തിയിരിക്കുന്നത്. ആറന്മുളയുടെ വികസന നായിക നടത്തിയിരിക്കുന്നത് 1000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ പ്രളയാനന്തര ശേഷമുള്ള നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിലാണ് നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാപ്രളയം കൂടുതലായി ബാധിച്ചത്. ഇതിനുശേഷം കേരള സർക്കാരിന്റെയും ഇടതു മുന്നണി MLA-മാരുടെയും നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിലും പ്രതിപാദിക്കുക എന്ന് തന്നെ പറയാം. അതേസമയത്ത് നിലവിൽ MP ആയിരുന്ന ആന്റോ ആന്റണി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വിജയിച്ച ആളാണ്. മണ്ഡല രൂപീകരണം 2008-ലായിരുന്നു. ഇതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിയായ ആന്റണി ആയിരുന്നു ഇവിടെ MP. ഇപ്പോ ഇദ്ദേഹമാണെങ്കിൽ കഴിഞ്ഞ പ്രളയത്തിനിടയിൽ മണ്ഡലത്തിലേക്ക് എത്തി നോക്കിയില്ല എന്ന പൊതുവെയാണ് പരാതി വരുന്നത്. ഇതിനിടെയാണ് ശബരിമല യുവതി പ്രവേശന വിഷയം എത്തുന്നത്. നോർത്ത് ഇന്ത്യക്കാരിയായ ഒരു യുവതി അർജി നൽകുകയും ഇതിനുശേഷം ഇരട്ടത്താപ്പ് നയം BJP കാണിക്കുകയുമായിരുന്നു. ഒരേ സമയം എതിർക്കുകയും അതേസമയം ഒരേ സമയം ഇതിനെ അനുകൂലിക്കുകയും കേരളത്തിൽ ഇതിനെ എതിർക്കുകയും ചെയ്യുന്ന BJP-യുടെ ഇരട്ടത്താപ്പ് നയവും ജനങ്ങൾക്ക് വ്യക്തമായി എന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ട് കൂടി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെല്ലാം തന്നെ ശബരിമല പ്രചരണ വിഷയമാക്കി തന്നെയാണ് നിലവിൽ ഇവിടെ വോട്ട് ചോദിച്ചത്. എന്നാൽ മതത്തെയും വർഗീയതയും എല്ലാം തിരിച്ചറിയുന്ന പത്തനംതിട്ട ജനങ്ങൾ ഇതിനെ പടിക്ക് പുറത്താക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അതിനായി നമുക്ക് 1 മാസം വരെ കാത്തിരിക്കേണ്ടി വരും. എന്ത് തന്നെയാലും ഇന്നത്തെ ആവേശം തെളിയിക്കുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ വിജയം സുനിശ്ചിതത്വം തന്നെയാണെന്നാണ് വ്യക്തമാവുന്നത്. ആനന്ദ്, ശരി ഗീവർഗീസ്, വിശദാംശങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ ഷാജഹാൻ കൂടി ചേരുന്നുണ്ട് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വിശദാംശങ്ങളുമായി. ഷാജഹാൻ, കൊട്ടിക്കലാശം അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ആവേശത്തിൽ തന്നെയാണോ സമാപിച്ചത്? ഇപ്പോൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന പൊതുചിത്രം എന്തൊക്കെയാണ്? ആനന്ദ്, വളരെ ആവേശകരമായിട്ടുള്ള ഒരു കുട്ടിക്കലാശമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ മാവേലിക്കരയിലും ഇരു സ്ഥാനാർത്ഥികളും, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വളരെയധികം മുന്നിലായിരുന്നു പ്രചരണ രംഗത്ത്. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇന്നിപ്പോൾ നടന്ന ഈ കുട്ടിക്കലാശം അവസാനിച്ചിരിക്കുന്നത്. രാവിലെ കുട്ടനാട്ടിൽ നിന്നായിരുന്നു മാവേലിക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ കുട്ടിക്കലാശത്തിന് തുടക്കമായത്. അതിനുശേഷം കുട്ടനാട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനത്തിന് ശേഷം ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ് സമാപിച്ചത്. ചെങ്ങന്നൂർ MLA സജി ചെറിയാനോടൊപ്പമായിരുന്നു കുട്ടിക്കലാശത്തിൽ ഭൂരിഭാഗം സമയവും ചിറ്റയം ഗോപകുമാറിന്റെ പര്യടനം നടന്നത്. അതിനുശേഷം ചെങ്ങന്നൂർ നഗരത്തിലെത്തി കുട്ടിക്കലാശം പൂർണ്ണമാകുകയായിരുന്നു. എന്തായാലും വളരെയധികം വരുന്ന പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി ആവേശകരമായിട്ടുള്ള ഒരു കുട്ടിക്കലാശമാണ് നമുക്ക് മാവേലിക്കര മണ്ഡലത്തിൽ കാണാൻ സാധിച്ചത്. ചിറ്റയം ഗോപകുമാറിന്റെ കലാശക്കൊട്ട് കാണാൻ സാധിച്ചത്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെയും കുട്ടിക്കലാശം. രാവിലെ 8 മണിയോടുകൂടി വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ഡോക്ടർ തോമസ് ഐസക്കാണ് കുട്ടിക്കലാശത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം ചേർത്തല മണ്ഡലം പൂർണ്ണമായിട്ടും പിന്നീട് അരൂർ മണ്ഡലത്തിലെയും പര്യടനത്തിന് ശേഷം അമ്പലപ്പുഴ മണ്ഡലത്തിലെത്തി. അതിനുശേഷമാണ് കുട്ടിക്കലാശം നടക്കുന്ന സക്രിയ ബസാറിലെത്തിയത്. വളരെയധികം ആവേശകരമായിട്ടുള്ള ഒരു കുട്ടിക്കലാശമാണ് നമുക്ക് ആലപ്പുഴ മണ്ഡലത്തിന്റെ സക്രിയ ബസാറിൽ കാണാൻ സാധിച്ചത്. എന്തായാലും ഇരു സ്ഥാനാർത്ഥികളും ഏതാണ്ട് 50 മീറ്റർ അകലെയായിരുന്നു കുട്ടിക്കലാശം നടത്തിയതെങ്കിൽ പോലും യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ വളരെ സമാധാനപരമായിട്ടായിരുന്നു ഇരു പാർട്ടികളുടെയും കുട്ടിക്കലാശം ആലപ്പുഴ സക്രിയ ബസാറിൽ നടന്നത്. ശരി, ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെയും മാവേലിക്കരയിലെയും മണ്ഡലങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങൾ. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് TP പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, കോട്ടയത്ത് എങ്ങനെയായിരുന്നു കൊട്ടിക്കലാശം? ഏറ്റവും പുതിയ വിവരങ്ങൾ. കോട്ടയത്ത് ഏറെ ആവേശം നിറഞ്ഞ ഒരു കൊട്ടിക്കലാശമായിരുന്നു നടന്നിരുന്നത്. എന്തായാലും വളരെ അച്ചടക്കത്തോടു കൂടി ഇടതുമുന്നണി പ്രവർത്തകർ തിരുനക്കരയിലെത്തുകയും അവർ
വലിയ തരത്തിലുള്ള ആവേശം മുഴക്കി മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒപ്പം NDAയുടെ പ്രവർത്തകരും പഴയ പ്രസ് ക്ലബിന് സമീപത്ത് നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ UDF ആകട്ടെ ഒരു ചെറു പ്രകടനവുമായി എത്തി സ്ഥാനാർത്ഥിയുമായതിലൂടെ കടന്നു മാത്രം പോവുകയായിരുന്നു. അവർ തിരുനക്കരയിൽ കേന്ദ്രീകരിച്ച് വലിയൊരു ആഘോഷങ്ങൾക്കൊന്നും തന്നെ നിന്നിരുന്നില്ല. കാരണം വലിയൊരു സഹകരണം ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് മുന്നണിക്ക് ഉള്ളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ അവർ ഒഴിവാക്കി പോസ്റ്റോട്ടിച്ചും തൊണ്ടപൊട്ടും ആവശ്യത്തിൽ വിളിച്ചു പറഞ്ഞും പ്രവർത്തകരെ നേരിൽ കണ്ട് രാവും പകലും തുടർന്നു വന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് കുട്ടിക്കലാശത്തോടെ പരിസമാപ്തിയായിരിക്കുന്നത്. 6 മണിയോടുകൂടിയാണ് പരസ്യപ്രചരണം അവസാനിച്ചത്. നാടും നഗരവുമെല്ലാം തന്നെ വളരെ പൊട്ടും പാട്ടും മുദ്രാവാക്യങ്ങളുമായി ഓരോ മുന്നിലും പ്രവർത്തകർ കൈയടക്കിയിരുന്നു. ആവേശം പൊടിവാറിച്ച കലാശക്കൊട്ടിൽ അങ്ങിങ്ങായെല്ലാം തന്നെ വളരെയധികം രീതിയിൽ തന്നെ പ്രവർത്തകർ മുട്ടുമാറത്തിൽ മുദ്രാവാക്യം വിളിയോടെ സജീവമായിരുന്നു. എന്തായാലും സമാധാനപൂർണ്ണമായിരുന്നു കോട്ടയം മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾ. ഇനി എന്തായാലും ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിനൊടുവിൽ ചൊവ്വാഴ്ച ദിനം അന്തിമ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അതുകൊണ്ട് നിശബ്ദ പ്രചരണത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. എന്തായാലും ശരി പ്രശാന്ത്, വ്യക്തമാണ് വിശദാംശങ്ങൾ. കോട്ടയത്ത് നിന്നുള്ള വിശദാംശങ്ങളാണ് TP പ്രശാന്ത് നൽകിയത്.